ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോസ് പെറ്റൽസ് ബൈ റോസി. കഴിഞ്ഞ സാറ്റർഡേ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അബുദാബിയിലുള്ള ടീം ലാബ് ഫിനോമിന എന്നുള്ള സംഭവം കാണാനായിട്ട് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിരിക്കും നിങ്ങൾ ഇന്ന് ഈ വ്ളോഗിൽ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇത് ഞാൻ ശരിക്കും ഒരു യൂട്യൂബ് ഷോർട്സ് മാത്രമായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യമായിരുന്നു. വ്ളോഗിങ് എന്നൊരു പരിപാടി എനിക്ക് അന്നത്തെ ഡീലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസിൽ പലതും ഞാൻ ഷോർട്സ് ആയിട്ടുള്ള രീതിയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനുള്ളിൽ കയറി ഇതിനകത്തുള്ള പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ വ്യൂവേഴ്സായിട്ടുള്ള നിങ്ങളും ഇത് അറിഞ്ഞിരിക്കണം എന്ന് തോന്നി. അത് കുറേ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനിനിയും ടീം ലാബ് ഫിനോമിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാം. ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 10 മണിയോട് കൂടിയാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പം അതിൽ നിന്നൊരു വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയുടെ ഒരു പ്രസൻസിനനുസരിച്ചായിരിക്കും മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് ഡിജിറ്റൽ ആർട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡാർക്ക് വൈബ് സെറ്റപ്പിലാണ് ഇവരിതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ടീം ലാബ് ഫിനോമിന ഒരു സാധാരണ ആർട്ട് എക്സിബിഷൻ അല്ല. അതല്ലാതെ തന്നെ ജീവനുള്ളത് എന്നപോലെ തോന്നിപ്പിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഇലൂഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ആർട്ട് എന്ന് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് ആർട്ട്, സയൻസ്, ടെക്നോളജി, നേച്ചർ ഇതെല്ലാം ചേർന്ന് ഒരേ സമയം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടീം ലാബ് എന്നത് ആക്ച്വലി ഒരു ജപ്പാൻ ബേസ്ഡ് ആർട്ട് ഗ്രൂപ്പാണ്. ഇതിലൂടെ അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ആർട്ടിന് ഒരു ഫിക്സഡ് ഫോം ഇല്ല എന്നതാണ്. അതായത് നമ്മൾ അതിലൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ തൊടുമ്പോഴൊക്കെ നമ്മുടെ ഓരോ ആക്ഷൻസും പ്രസൻസും അനുസരിച്ച് അതിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും ഉണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഡ്രൈ ഏരിയ ആണ്. എനിക്കിതിനകത്ത് കയറിയപ്പോൾ തൊട്ടുണ്ടായ ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ലാത്ത ഏതോ ഒരു ലോകം, അതായത് നമുക്ക് ലൈഫിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ പുതിയ ഒരു ലോകത്ത് എത്തിയ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഓരോ ആർട്ടും നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്താണ് അവർ കാണിച്ചിരിക്കുന്നത്. എനിക്കവിടെ കണ്ടതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ ഒരു ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ എല്ലാ സംഭവങ്ങളും നമ്മൾ ഓരോരുത്തരായിട്ട് വരയ്ക്കുന്നതാണ്. അതായത് നമുക്കവിടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പിക്ചേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുത്ത് നമുക്ക് തന്നെ കളർ ചെയ്യാം. അത് കളർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ സ്കാൻ ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരിടത്ത് ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ ഈ കാണുന്ന സ്നേക്ക് ടൈസൺ വരച്ചു കൊടുത്ത പടമാണ്. അതാണ് ഇപ്പോൾ അവരവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ബട്ടർഫ്ലൈയിൽ നമ്മൾ ചവിട്ടുവാണെങ്കിൽ ഇതുപോലെ പല കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ആവും. ഇവിടെ മുതലാണ് വെറ്റ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെയർ ഫൂട്ടായിട്ട് മാത്രമേ നമുക്കുള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇവിടെ കാണുന്ന ഈ മുട്ടയുടെ രൂപമുള്ള ലൈറ്റ് സ്കൾപ്ചേഴ്സിൽ നമ്മൾ തൊടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറുകയും അതുപോലെ തന്നെ പ്രത്യേകതരമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യും. ഇതും അതുപോലെ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. അതായത് നമ്മൾ ഈ നിൽക്കുന്നത് ഒരു നെറ്റിൻ്റെ മുകളിലാണ്. ഇതിന് ചുറ്റുമുള്ളത് നമുക്ക് കറങ്ങുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു തല കറങ്ങുന്ന ഫീലിംഗ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ അവിടുത്തെ എല്ലാ ആർട്ട് വർക്കും അത്യാവശ്യം നമുക്കവിടെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ വിശന്ന് വലഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് സമയം പിന്നെ അവിടെ സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ നേരെ കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ഡേയിൽ നമുക്കവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.